അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ കിരീടം വയ്ക്കാത്ത അനീഷും കിരീടം വെച്ച അനുവും ഒരുമിക്കാൻ പോകുന്നു. അതായത് അനീഷും അനുവും ഒരുമിച്ച് തലസ്ഥാന നഗരിയിൽ. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം മലയാളികളുടെ മനസ്സിൽ വിന്നർ ആരെന്ന് ചോദിച്ചാൽ മിക്കവരും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ അനീഷിനെ തന്നെയായിരിക്കും. പക്ഷേ കൂടെ ഉള്ളത് കപ്പ് സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം അനുമോളാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ വേദിയിലെത്താൻ പോകുന്നു എന്ന വാർത്ത കേട്ടതോടെ ആ ആവേശം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാട്ടങ്ങൾ അതിജീവിച്ചും ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ എത്രയോ നിമിഷങ്ങൾ ഇമോഷണലാക്കിയ ആ ഇരട്ട നക്ഷത്രങ്ങളായ അനീഷും അനുവുമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനത്തിന് വേണ്ടി എത്താൻ പോകുന്നത്. അവർ ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ നിൽക്കുന്ന ആ നിമിഷം മലയാളികൾ കാത്തിരിക്കുക തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ വേദിയിൽ ആവേശം തീർക്കാൻ എല്ലാവരും എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്തെന്നറിയത്തില്ല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നും അറിയത്തില്ല. എന്തൊക്കെ തന്നെയായാലും അനീഷാണ് ബിഗ് ബോസ് സീസൺ 7 എല്ലാവരുടെ മനസ്സിലും വിജയിയായിട്ടുള്ളത്. അനീഷിന് ബിഗ് ബോസ് സീസൺ 7 കപ്പ് കിട്ടിയില്ല എങ്കിൽ പോലും അനീഷ് തന്നെയാണ് വിജയി. പക്ഷെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന് വേണ്ടത്ര സ്വാധീനം കിട്ടുന്നില്ലെന്നും ഒക്കെ. അനുവിനാണ് ഒരുപാട് ഉദ്ഘാടനങ്ങളും മറ്റും ഗൾഫിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കണ്ടതുകൊണ്ടാവാം ഇപ്പോൾ തിരുവനന്തപുരത്ത്, അതായത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇവർ രണ്ടുപേരെയും കൂടി നിർത്തിക്കൊണ്ടൊരു ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ആൾ കൂടുമെന്ന് നമുക്ക് കണ്ടറിയാം. ഒന്ന് PR കൊണ്ട് കപ്പ് നേടിയ ആളും മറ്റേത് ജനപിന്തുണയുള്ള ഒരു കിരീടം വയ്ക്കാത്ത രാജാവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ശരി, നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ഇവർ രണ്ടുപേരും വരുമ്പോൾ ആൾ കൂടുമോ, ആർക്കായിരിക്കും ഇതിൽ ഒരുപാട് ഫാൻസ് ഉള്ളതെന്നും അതുപോലെ തന്നെ അനുവിനാണോ അനീഷിനാണോ കൂടുതൽ ആരാധകർ എന്നും അറിയാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. അനീഷും കുറച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോളുടെ PR ഭയങ്കരമായിട്ടങ്ങ് പോസ്റ്റുകളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ശരി, എന്തായാലും ഇവർ രണ്ടുപേരും വരുമ്പോൾ എങ്ങനെയാവും കാര്യങ്ങളുടെ സ്ഥിതിയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ വെയിറ്റ് ആൻഡ് സീ.